അശോക് ഗെഹ്ലോട്ടിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഉദ്യോഗസ്ഥൻ ലോകേഷ് ശർമ്മ. അശോക് ഗെഹ്ലോട്ടിന്റെ ആവശ്യപ്രകാരം 2020 ജൂലൈയിൽ സച്ചിൻ പൈലറ്റിന്റെയും വിമതരുടെയും ഫോൺ ചോർത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട്. 2022 ചോദ്യപേപ്പർ ചോർച്ചയിൽ ഗെഹ്ലോട്ടിന്റെ സഹായികളെ താൻ സംരക്ഷിച്ചുവെന്നും മുൻ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ലോകേഷ് ശർമ്മ പറയുന്നു. നോബൽ മാരിക്കാരൻ, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പേഴ്സണൽ സ്റ്റാഫായി കാണാവുന്ന പദവിയാണത്. എന്തൊക്കെ ആക്ഷേപങ്ങളാണ്? നികേഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജസ്ഥാനിലെ കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിൽ ആക്കുന്ന പ്രസ്താവനകളും അതോടൊപ്പം തന്നെ പ്രതികരണവുമാണ് ഇപ്പോൾ അശോക് ഗെഹ്ലോട്ട് മുൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി ലോകേഷ് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രധാനമായും രാജസ്ഥാനിലെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നേരത്തെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായ സമയത്ത് സച്ചിൻ പൈലറ്റും അതോടൊപ്പം തന്നെ മറ്റ് MLA-മാരും കൂടി ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ഇതിൻ്റെ ഫോൺ ചോർത്തൽ വിവാദം. ആ വിവാദത്തിലാണ് ഇപ്പോൾ ലോകേഷ് ശർമ്മ വലിയ രീതിയിലുള്ള പ്രസ്താവനയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ ദില്ലി ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക ഉൾപ്പെടെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആ ഘട്ടത്തിലൊന്നും വേണ്ട പിന്തുണ ഗെഹ്ലോട്ടിന്റെ ഭാഗത്ത് നിന്ന് തനിക്ക് ഉണ്ടായില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രധാനമായും പറയുന്നത് ഈ ഫോൺ ചോർത്തൽ അന്ന് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് വാർത്താ മാധ്യമങ്ങളിലും പ്രചരിച്ച ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഇദ്ദേഹമാണ് നൽകിയത്, ലോകേഷ് ശർമ്മയാണ് നൽകിയത്. അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചു എന്ന് താൻ പറഞ്ഞത് കള്ളമാണ്. തന്നെ മുഖ്യമന്ത്രി നേരിട്ട് വസതിയിലേക്ക് വിളിച്ചു വരുത്തി ഈ പെൻഡ്രൈവിലാക്കി ഈ ഫോൺ സംഭാഷണങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ ലോകേഷ് ശർമ്മ എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. ഇത് വലിയ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഉൾപ്പെടെ വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സച്ചിൻ ഗെഹ്ലോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളെ ഒരു ശാന്തത സംസ്ഥാനത്ത് ഉണ്ട്. വലിയ പൊട്ടിത്തെറികൾ ഇല്ലാത്ത സമയമാണ്. ആ സമയത്താണ് മുൻ OSD തന്നെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇത്തരത്തിൽ ഈ ഫോൺ ചോർത്തൽ നടന്നത് എന്നും അത് മാധ്യമങ്ങൾക്ക് നൽകാൻ മുഖ്യമന്ത്രി തന്നെയാണ് തന്നോട് നിർദ്ദേശിച്ചത് എന്നും പ്രസ്താവന എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും അത് ഗെഹ്ലോട്ടിനെതിരെ സച്ചിൻ ക്യാമ്പിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും എന്ന് തന്നെ വിലയിരുത്താം. അതോടൊപ്പം തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടും ഗെഹ്ലോട്ടിന്റെ അനുയായികളെ സംരക്ഷിക്കാൻ താൻ കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അശോക് ഗെഹ്ലോട്ടിനെതിരെ രൂക്ഷ വിമർശനമാണ്. അതോടൊപ്പം തന്നെ ഫോൺ ചോർത്തൽ അശോക് ഗെഹ്ലോട്ട് നടത്തി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അടക്കമുള്ളവരുടെ ഫോണുകളാണ് അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ സർക്കാർ ചോർത്തി. സർക്കാരിന് എതിരായ നടപടികൾ അതിൽ നിന്ന് മനസ്സിലാക്കി എന്തായിരുന്നു ഇതിലെ ആരോപണം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഉൾപ്പെടെ കേസ് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ ലോകേഷ് ശർമ്മ വെളിപ്പെടുത്തൽ എന്താണെങ്കിലും നിർണായകമാണ്. അത് തീർച്ചയായും കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത്